എനിക്ക് അവളെ പൂവിട്ട് പൂജിക്കാൻ തോന്നിയിട്ടുണ്ട്. ഇത്രയും വേദന സഹിച്ച ഒരാൾ. ഓ മൈ ഗോഡ്, മേ ബി മമതയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ 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 അംശങ്ങളായിരിക്കാം എന്നെ കുറച്ചും കൂടി ഒരു ഫയർ ഗേൾ ആക്കുന്നത്. കുർത്ത ഇട്ട് പോകും, എൻ്റെ സർജറിക്ക് മുമ്പുള്ള കാര്യമാണ്. കുർത്ത ഇട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് കൊതിക്കും എനിക്ക് ആ ഫീമെയിൽ ക്യൂവിൽ നിൽക്കാൻ. എന്നിട്ട് ഞാൻ പോയി നിൽക്കും. ചിലപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ ചിലരെന്നെ കൈ കാണിച്ച് ജെൻസിൻ്റെ ക്യൂവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ രമ്യ നമ്പീശനും ഞാനും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തെറി പറയാൻ ഫ്രീഡമുള്ള ഒരു ആർട്ടിസ്റ്റാണ് രമ്യ നമ്പീശൻ. സത്യമായിട്ട് എന്നെ പച്ച തെറി വിളിക്കുന്ന ആർട്ടിസ്റ്റാണ് രമ്യ. പ്രിയമണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പ്രിയയുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഞാൻ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പം തുടക്കത്തിൽ ഒരു കുമ്പള വരുമ്പോൾ തന്നെ ഒരു ചെടിയുടെ വിത്തിട്ട് ആ വിത്തൊന്ന് മുളച്ചു എന്ന് കാണുമ്പോൾ അതിനകത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റിനുള്ളത്. അത് കഴിഞ്ഞു. അതെ, അപ്പൊ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ബിഗ് ബോസിൽ പലവട്ടം വിളിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടെ വിളിച്ച എന്തായിരിക്കും? ഞാൻ ഓടും സത്യമായിട്ട്. വേറൊന്നും കൊണ്ടല്ല, എന്നെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ പോയിട്ട്. ഞാൻ പോലും അറിയാത്ത കുറെ ആൾക്കാരുടെ മുമ്പിൽ എന്നിലുള്ള ഒരു നെഗറ്റീവിനെ പുറത്ത് കാണിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് വി ഹാവ് ലോട്ട്സ് ഓഫ് നെഗറ്റീവ്സ് ഇൻസൈഡ്, അല്ലേ? നമ്മൾ ചില കാര്യങ്ങള് 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറഞ്ഞു 4 പറഞ്ഞു 5-ാമത്തെ നമ്മൾ സടകുടഞ്ഞ് ഇല്ലേ? അതൊരു നേച്ചറാണ്. ആ നേച്ചർ ഞാൻ എന്തിനാ ഇപ്പൊ എന്നെ സംബന്ധിച്ച് 100 പേര് കൂടുന്നെടുത്ത് ഒരു 10 പേർക്കെങ്കിലും രഞ്ജുമാറിനെ അറിയാം. അതിൽ 5 പേർക്കെങ്കിലും എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടാവും ഉറപ്പായിട്ടും. ഞാൻ ബിഗ് ബോസിൽ പോയി ഈ 5 എന്നുള്ളത് 2 ആക്കി കുറയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് കിട്ടുന്ന സ്നേഹം ജെന്യൂനായിട്ട് തന്നെ കിട്ടിയിട്ട് അത് 10 പേരെങ്കിൽ 10 പേര്. ഐ ആം സോ ഹാപ്പി. എനിക്കൊരു ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരാളാകണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കിങ്ങനെ പതുക്കെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു അധ്യാപിക, ഒരു ഓൺട്രപ്രണർ, ഒരു നല്ല അമ്മ, ഒരു നല്ല കൂട്ടുകാരി, അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എനിക്ക്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നു പോയിട്ടുണ്ട്, ഇരുന്ന കസേരകളാണല്ലോ ഇതെല്ലാം. അപ്പോൾ അതിലേറ്റവും നല്ല സൗഹൃദം, അതായത് ഈ പറയുന്ന പോലെ ഏറ്റവും അടുത്തിടപഴകാൻ ഇഷ്ടമുള്ള, വീണ്ടും വീണ്ടും മേക്കപ്പ് വിളിച്ചാൽ എത്ര തിരക്കാണെങ്കിലും പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ് മമത. ഓഫ് കോഴ്സ്. ഇല്ലേ, തീർച്ചയായിട്ടും. അയ്യോ, അത് മമതയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ട്രാവലിംഗ് വരെ മാറ്റി വെച്ചിട്ടുണ്ട്. മമത എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡേറ്റിൽ ഷൂട്ടിങ്ങുകൾ വെച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. തെലുങ്ക് മൂവി. എന്താണ് അവരിലുള്ള സ്പെഷ്യാലിറ്റി? എല്ലാരും വീക്ഷിക്കുന്ന ഒരാളാണല്ലോ. സോറി, അതിൽ നിന്ന് പോരും. ഞാൻ അവിടെയാ. എനിക്ക് മമ്മൂസ് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി. കാരണം എനിക്ക് അവളെ പൂവിട്ട് പൂജിക്കാൻ തോന്നിയിട്ടുണ്ട്. ഇത്രയും വേദന സഹിച്ച ഒരാൾ. ഓ മൈ ഗോഡ്, മേ ബി മമതയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ചെറിയ 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 അംശങ്ങളായിരിക്കാം എന്നെ കുറച്ചും കൂടി ഒരു ഫയർ ഗേൾ ആക്കുന്നത്. സീരിയസ്ലി ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് മമത വേദന കൊണ്ട് ഇരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പെറ്റമ്മ, സത്യമായിട്ട് ഞാൻ നുണ പറയല്ല, മമതയ്ക്ക് കൊടുത്തിരിക്കുന്ന അസുഖം എനിക്ക് തന്നിട്ട് മമതേനെ രക്ഷിക്കുമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മമതയ്ക്ക് എന്ത് അസുഖമാണോ കൊടുത്തിരിക്കുന്ന ദൈവമേ, അത് അവളിൽ നിന്ന് എടുത്ത് എനിക്ക് തന്നിട്ട് അവളെ രക്ഷിക്കൂ. കാരണം ഇത്രയും കാലിബറുള്ള ഒരു ടാലൻ്റുള്ള സൗന്ദര്യമുള്ള, അല്ലേ, ഒരു ആള് കടന്ന്, എനിക്കറിയത്തില്ല, അവളുടെ ടാലൻറ്റും അവളുടെ സ്കില്ലും അനുസരിച്ചിട്ട് അവൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന പല സിനിമകളും അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കൂടി ഞാൻ പറയുമായിരുന്നു, മമത ബോളിവുഡിൽ എത്തണം, അതിനുള്ള എല്ലാ ടാലൻറ്റും അവൾക്ക്. എനിക്ക് ഓരോ ആർട്ടിസ്റ്റുകളും ഇൻക്ലൂഡിങ് മമത
ഓരോ ആർട്ടിസ്റ്റുകളും എനിക്ക് ഓരോ പാഠങ്ങളാണ്. ഇപ്പം മമതയാണെങ്കിലും പ്രിയാമണി ആണെങ്കിലും രമ്യ നമ്പീശനാണെങ്കിലും റിമി ടോമി ആണെങ്കിലും ഭാവനയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളും എനിക്ക് ഓരോ പാഠങ്ങളാണ്. അവരിൽ നിന്നെല്ലാം എനിക്ക് ഓരോ പാഠങ്ങൾ എനിക്ക് പഠിക്കാനുണ്ടായി. അപ്പം റിമിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റിയും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല ഫാമിലി മെമ്പേഴ്സ് പോകുന്നത് പോലെ. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വർക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ പോലും അറിയാതായിരിക്കും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവൾ പാക്ക് ചെയ്ത് മാറ്റുന്നത്. അവളത് വാങ്ങുന്നത് നമ്മൾ അറിയത്തില്ല, അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റിംഗ് തരുന്ന ഒരാളാണ് റിമി. അതുപോലെ ഭാവന. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് അതെവിടുന്നെങ്കിലും തരുന്ന ഒരാളാണ്. അവളുടെ മേക്കപ്പ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കും, ഇത് നിനക്ക് വേണോടി, ഇത് നിനക്ക് വേണോടി. അങ്ങനെ ഒരു ബോണ്ടിങ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ഭാവന. വിളിച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ്. പിന്നെ രമ്യ നമ്പീശനും ഞാനും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തെറി പറയാൻ ഫ്രീഡം ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് രമ്യ നമ്പീശൻ. സത്യമായിട്ട് എന്നെ പച്ച തെറി വിളിക്കുന്ന ആർട്ടിസ്റ്റാണ് രമ്യ. അപ്പം അത്രയും ഫ്രീഡം ഉണ്ട്. ഇപ്പം പ്രിയാമണി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പ്രിയയുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഞാൻ. പ്രിയ കേരളത്തിൽ വന്ന ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അത്രയും ഒരു അടുപ്പമുണ്ട്. പരുത്തിവീര മുതൽ തുടങ്ങിയ ബന്ധമാണ്. അപ്പോൾ ഒരുപാട് വഴക്ക് പേർക്ക് അല്ലേ, മനസ്സിലായില്ല. അപ്പം അത്രയും മുതൽ. പിന്നെ മുക്ത ഒരു മകളാണ് എനിക്ക്, എൻ്റെ മോളെ പോലെയാണ് മുക്ത. പിന്നെ കൃഷ്ണപ്രഭ, വിഷ്ണുപ്രിയ, അനുശ്രീയുടെയൊക്കെ സ്റ്റാർട്ടിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശ്രീ വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിൽ നിന്നുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടാവും. അമ്മ, അച്ഛൻ, കസിൻസുകൾ, അങ്ങനെ കുറേ പേര്. പേടിയായിരുന്നു. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഭയമായിരുന്നു. ഫുൾ ഫാമിലിയുടെ കൂടെ ആയിരുന്നു വരുന്നത്. അപ്പം ഞാനിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും, ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയാണ് അങ്ങനെയാണ്. അങ്ങനെ ഒരു ബോണ്ടിങ് ആണ്. എവിടെ വെച്ച് കണ്ടാലും ഇപ്പോഴും അന്നത്തെ ആ ഒരു സ്നേഹം കീപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഓരോരുത്തരും ലേന, ശ്വേത ചേച്ചിയുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ നമ്മൾ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും പറയും. എനിക്ക് കൂടുതലും അറിയേണ്ടത് മിസ് ഇന്ത്യ സമയത്ത് ശ്വേത ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ ലെനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി മലയാളം മുഴുവൻ നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് അറിവുകളുള്ള ഒരു ആർട്ടിസ്റ്റാണ് ലെന പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അന്ന് അവളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത് കറക്റ്റായി അല്ലേ? അതെ, ഇതെല്ലാം ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പല കാര്യങ്ങളും ഞാനും ലെനയും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ള. അതെല്ലാം അന്ന് അവളെ എന്താ പറയാ മന്ത്രവാദിയെന്നും പിന്നെ മാനസിക രോഗിയെന്നും വിളിച്ചവര് ഇന്നതെല്ലാം തിരിച്ചു വന്നു. കർമ്മ കമ്മ്യൂണിറ്റി വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രഞ്ജിമ കണ്ണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും നോക്കുവാണെങ്കിൽ ഓരോ വർഷവും അതിങ്ങനെ അതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായാലും മുഖ്യധാരയിലേക്ക് വരുന്ന ആൾക്കാരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ഈ കല്ലുകടി എന്ന പോലെ കുറച്ച് ആൾക്കാർ അവരുടെ പേര് ഞാൻ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ ഞാനൊക്കെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പേര് പറയുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പം നമ്മുടെ ജെസ്സി അഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തി എന്താണ് അവരെ കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ കമ്മ്യൂണിറ്റിയിലില്ലേ? ഇല്ല, ഞാൻ കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇല്ല. അതെന്താണ് അങ്ങനെ? ശരിക്കും പുള്ളിക്കാരത്തി നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ല? എനിക്കറിയത്തില്ല കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ജാസി ആഷി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അതെ, അവരുടെ ലൈഫ് അവർ ആസ്വദിക്കുന്നു, വാട്ടവർ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇതിനിടയിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. സർജറി കഴിഞ്ഞ ഒരാളിൻ്റെ മാനസിക അവസ്ഥ സർജറി കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി. എന്തിനേറെ പറഞ്ഞ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോലും ഞാൻ എത്രയോ പ്രാവശ്യം കുർത്ത ഇട്ട് പോകും. എൻ്റെ സർജറിക്ക് മുമ്പുള്ള കാര്യമാണ്. കുർത്ത ഇട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സ് കൊതിക്കും എനിക്ക് ആ ഫീമെയിൽ ക്യൂവിൽ നിൽക്കാൻ. എന്നിട്ട് ഞാൻ പോയി നിൽക്കും. ചിലപ്പോൾ അറിയാവുന്ന ആരെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ ചിലരെന്നെ കൈ കാണിച്ച് ജെൻസിൻ്റെ ക്യൂവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത്. അതൊരിക്കലും ഒരിടത്തും നടക്കില്ല. അതായത് ഈ മേക്കപ്പ് ഇത്രയും ഫെയിമായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെ സർജറിക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ ത്യജിച്ച് വന്നിട്ട് പോലും നമ്മളെ ക്യൂവിൽ ആണ് പെണ്ണ് എന്നുള്ളൊരു ക്യൂ ഉണ്ട്.
ഇല്ലേ? ഉണ്ട്. ആ ക്യൂവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, എടുത്തു കളയാൻ പറ്റില്ല, അല്ലേ? ചരിത്രകാലം മുതലേ കാര്യമാണ്, ആദിയുടെ കാലം തൊട്ടുള്ള. അപ്പൊ ആ ഹിസ്റ്ററി ഒന്നും നമുക്കൊന്നും എടുത്തു കളയാൻ പറ്റില്ല. ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ ആരാകണം എന്ന് തീരുമാനിച്ച് ഞാൻ അവിടെ എത്തി എന്നുള്ളതാണ്. ഇനി എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ആ ക്യൂവിൽ നിൽക്കാൻ പറ്റും. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡുകളും കംപ്ലീറ്റ്ലി ഞാനൊരു വുമണാണ്. അതും ട്രാൻസ് വുമൺ ആയിട്ടല്ല ഞാൻ ഐ ഡി കാർഡ് എടുക്കുന്നത്, കംപ്ലീറ്റ് വുമൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിലേക്കായിരുന്നു യാത്ര ചെയ്യുന്നത്. എനിക്കിനി ആളുകൾ ഇനി എന്നെ ഏത് തരത്തിൽ കണ്ടാലും ശരി, അത് അവരുടെ മാത്രം കാഴ്ചപ്പാട്. എൻ്റെ ആദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ കണ്ടു വളർന്ന സ്ത്രീ എൻ്റെ ചേച്ചിയാണ്. അപ്പൊ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും ഇടം വല നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു സ്ത്രീയെ ഉദാഹരണപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീയിലേക്കാണ് യാത്ര ചെയ്തത്, മനസ്സിലായോ? അതിലെത്തിച്ചേർന്നു. അതിന് ട്രാൻസ് വുമൺ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വാട്ടെവർ എനി പേര് ആര് വിളിച്ചോട്ടെ, അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഹോർമോൺ തെറാപ്പി ചെയ്യുന്ന ഒരാളും സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളും ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളും തമ്മിൽ ഒരുപാട് അന്തരംഗമുണ്ട്. ആ അന്തരംഗത്തെ അറിയാതെ സംസാരിക്കാൻ പാടില്ല. അവിടെയാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. നമ്മളായിട്ട് സംസാരിക്കൂ, മറ്റൊരാളിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം ജാസിയും ആഷിയും ഒരു ലൈഫാണ്, അവരവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കട്ടെ. അതിനിടയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ ആരും പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ പോകാറുമില്ല. ഇപ്പം പ്രത്യേകിച്ച് വലിയ കണക്ഷൻസ് അങ്ങനെ ആരുമായിട്ട് ഞാൻ വെച്ച് പുലർത്താറില്ല. അപ്പം ഒരു പരിധിയുണ്ട്, ആ പരിധി കവിഞ്ഞിട്ടുള്ള ഒരു സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒന്നും ഞാനിപ്പോൾ വെച്ച് പുലർത്താറില്ല. കാരണം നമുക്ക് അടി കിട്ടിയെടുത്ത് പിന്നെ പോകാതിരിക്കുക എന്നുള്ളതാണല്ലോ. എന്നതുകൊണ്ട് തന്നെ ഞാൻ പല ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. പിന്നെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കൾച്ചറിനോട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പക്ഷേ അത്തരം കൾച്ചർ ചെയ്യുന്നവർ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറുമില്ല, അത് അവരവരുടെ കാഴ്ചപ്പാടാണ്. ഞാൻ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ചിലർ വന്നിട്ട് ചില ഇൻ്റർവ്യൂകളിൽ പറയും അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഏറ്റവും എന്താ പറയുക, ഏറ്റവും ആദ്യം സർജറി ചെയ്തത് ഞങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഈ സർജറി ചെയ്തത് ഇവരാണ്. ഇതെല്ലാം ഓരോരുത്തരുടെയും അവസ്ഥകളാണ്. ഇപ്പം ഞാൻ ചെയ്ത സർജറി കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഇതുപോലുള്ള സർജറികൾ ഇല്ലാത്തത് കൊണ്ടാണ്, ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സർജറികൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതിനെ ഒന്നും ആർക്കും ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. ഇപ്പം ഞാനൊരു വ്യക്തി, ഞാൻ ജീവിക്കുന്നു, മറ്റൊരു വ്യക്തി അവർ ജീവിക്കുന്നു. അതിനിടയിലേക്ക് നമ്മൾ പോയി ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവരെന്തോ എനിക്ക് ഇപ്പം അത് അവിടെ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എൻ്റെ ചാനൽ ഞാൻ പറയാം, എനിക്കൊരു പുള്ളിക്കാരത്തി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചോദിക്കും. കാരണം ഞാൻ അതിനു മുമ്പ് രഞ്ജുമയും ഹൈദിയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ഒരാളാണ്, എനിക്ക് നിങ്ങൾ പേഴ്സണലി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാസി അഷിയെ പിന്നെ വളരെ കുറച്ചിടെയായിട്ട് പരിചയപ്പെടുകയും അവരെ കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടാണ് ഈ ഹോട്ട് സീറ്റിലേക്ക് ഈ വിവാദങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അപ്പോഴും നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഒരുങ്ങിയൊക്കെ വന്നിരുന്ന് പറയുമ്പോഴും ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ട് അവിടെ. അപ്പോൾ എനിക്കൊരു ഉള്ളിൽ അവരുടെ കണ്ണുകൾ, ഇപ്പോൾ ഞാൻ രഞ്ജുമ എന്നോട് ഒരു കാര്യം പറയുമ്പോൾ കോൺഫിഡൻസ് എനിക്ക് ആ കണ്ണുകൾ കാണാൻ സാധിക്കും, ആ ഒരു തിളക്കം. അതിപ്പോൾ ഹേദി പറയുമ്പോഴും ഉണ്ട്. ഞാനിങ്ങനെയാണ്, ഇതാണ് എൻ്റെ രീതി. പക്ഷേ ജസി പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ശാരിക അങ്ങനെയല്ല, വേറൊരു സ്റ്റോറിയിലേക്ക് പുള്ളി അപ്പം തന്നെ പോയി കളയും, സ്കിപ്പ് അടിച്ച്. അപ്പൊ അതിലൊരു ഭയമുണ്ടോ എന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ഭയമാണോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അത് ഐഡന്റിറ്റി പുറത്തു വരുമെന്നൊരു ഭയം. ഐ മീൻ ഒരു ഫേക്ക് ഐഡന്റിറ്റി എന്തോ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അത് ഇതിലിപ്പോൾ എനിക്ക് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും രഞ്ജുമ്മ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം ഇതിന്റെ എല്ലാ മേഖലകളിലൂടെയും ഫിസിക്കലിയും മെന്റലിയും കടന്നു വന്ന് വിജയിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഞാൻ ചോദിക്കുക അവരെന്താകണം എന്നുള്ളത് അവരുടെ തീർച്ചയായിട്ടും അവരുടെ മാത്രം ഇതാണ്. പക്ഷെ ഒരു മീഡിയയിൽ വരുമ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത്തരം സബ്ജക്റ്റുകൾ ഒഴിവാക്കുക. അതെ,
ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്. അതെ. എന്നെ സംബന്ധിച്ച് ഒരു സർജറി കഴിയാത്ത ഒരാളിൻ്റെ അവസ്ഥയെപ്പറ്റി വിശദീകരിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് സാധിക്കില്ല. അതെ. സർജറി കഴിഞ്ഞവരുടെ അവസ്ഥ വിശദീകരിക്കാൻ സർജറി കഴിയാത്ത ഒരാൾക്കും സാധിക്കില്ല. ഈ സർജറി എന്ന് പറയുമ്പോൾ ഞാൻ പലരും പറഞ്ഞ നേരത്തെയും കേട്ടിട്ടുണ്ട്, അതിന്റെ പേരിൽ മരണങ്ങൾ വരെ കമ്പ്യൂട്ടറിൽ നടന്നിട്ടുണ്ട്. ഞാൻ പല ഹോസ്പിറ്റൽ, പേരൊന്നും പറയുന്ന പല ഹോസ്പിറ്റലിന്റെ അനാസ്ഥ കൊണ്ട് ഈ രഞ്ജുമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വരെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. സുഹൃത്തല്ല, എൻ്റെ മകളാ. എൻ്റെ യെസ്, നിങ്ങളുടെ രീതിയിൽ മകളെന്ന് പറയുന്നത്. യെസ്, എനിക്ക് ആ കുട്ടിയൊക്കെ ഭയങ്കര, ഞാൻ അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കണ്ട് ഞാനത് ഇത് അപ്പോൾ ഇവിടെ ഇനി ഈ ഭൂമിയിൽ ഇല്ലാന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു വേദനയുണ്ടല്ലോ. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാവുന്നവർ, ഞാൻ ആ കമ്മ്യൂണിറ്റിയിലെ ആളല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അതായത് എന്നോട് ഇപ്പോൾ ആദില നൂറയാണെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, ശാരിക ഞങ്ങളെ ഒരു നോർമലൈസ് ചെയ്ത് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ നോർമൽ അല്ല, നിങ്ങളൊരു വെറൈറ്റി ആൾക്കാരാണ്. ഐ മീൻ സച്ച് എ സ്പെഷ്യൽ പേഴ്സൺസ്. അത് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ് എപ്പോഴും. മറ്റുള്ളവർ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ശാരിക എന്ന വ്യക്തിയിൽ ഞാൻ എപ്പോഴും രഞ്ജുമയെ കാണുന്ന ഒരു സ്പെഷ്യലായിട്ടാണ്. അത് നല്ല എന്നെ ഗുഡ് വേ ആണ്, അതൊരിക്കലും മോശമല്ല. എനിക്കൊരിക്കലും അങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിന് എന്താണ് അതിന് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ആ കമ്മ്യൂണിറ്റിയോട് എല്ലാവരും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ അവരെ മാറ്റി നിർത്തേണ്ട, അവർക്ക് കുറച്ചുകൂടെ അങ്കെ ഉക്കാർ വെച്ചിരിക്കാറെന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഉയരങ്ങളിൽ ഇരുത്തേണ്ട ആൾക്കാരാണ് അവരെ. ഇപ്പോൾ ഈ ആർത്തവം, സ്ത്രീകളുടെ ആർത്തവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ 7 ദിവസം നമ്മൾ പൂജിക്കുന്നതാണ്. കാരണം അവരൊരു പൂർണ്ണ സ്ത്രീ ആയതുകൊണ്ടാണ് ആർത്തവം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവൻ എൻ്റെ ഫാമിലി പോലും ആർത്തവ ദിവസങ്ങളിൽ മാറ്റി നിർത്തപ്പെടും. പഴയ വീട്ടിലുണ്ട്. ഇപ്പം എന്റെ വീട്ടില് തങ്കമ്മ ഇപ്പോഴും എന്റെ ചേച്ചിയുടെ മക്കൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഉമ്മറത്തോടി വരാൻ സമ്മതിക്കത്തില്ല. സത്യമായിട്ടും ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം അമ്മയായിട്ട് ഞാൻ പൂര വഴക്കുണ്ട്. അമ്മ ഇതൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു, പ്ലീസ് അമ്മ. നീ നിന്റെ പണി നോക്കിക്കോണം മര്യാദക്ക്. നീ നിന്റെ മിണ്ടാണ്ടിരുന്നോണം, അപ്പുറത്തൂടി വന്നാ മതി. അതെ. അപ്പൊ നമ്മുടെ അമ്മമാരോട് പറയാൻ പറ്റില്ല, അവര് നമ്മളെ മറ്റേ അറുക്കാൻ വരും. നിനക്ക് വേണേ നിന്റെ മോളെ അങ്ങനെ വളർത്തിക്കും, അല്ലെ എന്നോട് പറയാൻ വരരുത് പറയാം. അപ്പൊ അതുപോലെ അപ്പം ഞാൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാണത്. ആ അർത്ഥം അല്ലെങ്കിൽ ഉള്ള സമയത്ത് സ്ത്രീകളെ ഏറ്റവും പതിവ്രതകളായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നാണ് എൻ്റെ ഒരു ഭാഷ്യം. മറ്റുള്ളവർക്ക് ഇതിൽ എതിർപ്പുണ്ടാവാം. അല്ല, അവര് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങള് നമുക്ക് ചുറ്റുവട്ടത്തും കമ്മ്യൂണിറ്റിക്കിടയിൽ നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ഡിസ്റ്റൻസ് വരുന്ന ഒരു ദേഷ്യമോ വഴക്കോ ഇല്ല. അതില്ല. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ലുലു മാളിൽ വെച്ച് കണ്ടാലും ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുക, വർത്താനം പറയുക. ഇപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും തമ്മിലുണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യപരമായിട്ടാണ് എടുക്കുന്നത്, മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതെ. ശരിക്കും രഞ്ജുമ, ഈ സൊസൈറ്റി ഭയപ്പെടുന്നുണ്ടോ നിങ്ങളെ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മുഖ്യധാരയിലേക്ക് വന്നു പോകുമെന്ന് പേടിച്ചിട്ടുണ്ടാണോ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? എനിക്കറിയത്തില്ല. ചില രാഷ്ട്രീയ കക്ഷികൾ ചില ട്രാൻസ് കമ്മ്യൂണിറ്റികളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. അറ്റ് ദ സെയിം ടൈമിൽ ചില രാഷ്ട്രീയ കക്ഷികൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളെ അടിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് രഞ്ജുമ്മയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്? എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട സമയം ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമുണ്ടോ? അന്നത്തെ കാലത്ത്, അതായത് 2016-17 കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ വന്നു പോയേനെ. തീർച്ചയായിട്ടും അതെനിക്ക് ശരിക്കും എന്നെ സീരിയസ്ലി ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നെ ശരിക്കും ഇൻവൈറ്റ് ചെയ്തു ആ പാർട്ടിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ എനിക്ക് അന്നം തന്ന വഴിയാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ഞാൻ മേക്കപ്പ് പഠിച്ചിട്ടില്ല, മേക്കപ്പിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും എനിക്കില്ല, എനിക്ക് ആ ഒരു മേഖലയിൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ്. അപ്പോൾ ആ വഴിതെറ്റി വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്ന് ഒരു ഉരുള ചോറുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കിട്ടിയ പ്രിവിലേജുകൾ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി വെറുതെ കളയണ്ട എന്നെനിക്ക് തോന്നി. എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാനത് നിരസിച്ചു. ബട്ട് ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ, സംവാദങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. ശരിക്കും നമ്മൾ പ്രതികരിച്ച് പോകുന്നുണ്ട്. ആരെയൊക്കെ തേജോവധം ചെയ്യാനായിട്ട് എവിടുന്നൊക്കെ ആരൊക്കെ ഇറങ്ങി വരിക, ഒരു കാലഘട്ടം വരുമ്പോൾ അവരെ മാക്സിമം
താറടിച്ച് വീഴ്ത്തുക, ഇതെല്ലാം ആരുടെയൊക്കെ സ്ക്രൂവിലൂടെയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കണം, ചുട്ട മറുപടി കൊടുക്കേണ്ട സമയമാണ്. കാരണം ഇതിനെല്ലാം പ്രതികരിക്കേണ്ട സമയങ്ങളുണ്ട്. പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലാത്ത പക്ഷം കുറേ കാലം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഇത് അതിനൊരു ഉത്തരം കിട്ടാണ്ട് പോകും. ഒരു കരിയില കൂട്ടത്തിനകത്തേക്ക് ഒരു തീ കത്തിച്ച് വിട്ടതുപോലെ തോന്നുള്ളൂ. പക്ഷെ ആ കരിയില ഫുള്ള് കത്തുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഒന്ന് കത്തി അങ്ങ് പോകും, ബാക്കി സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കിടക്കാം. അത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രഞ്ജിമ രാഷ്ട്രീയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കുറേയധികം പുരോഗതിയോ എന്തെങ്കിലും ഒരു സമയത്തൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഒരു നിസ്സഹാവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് കുറച്ചും കൂടി സ്ട്രോങ് ആകണമെന്നും സാമൂഹ്യ നീതി വകുപ്പ് ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്ക് ഇനിയും ചെയ്യണം എന്നുള്ള ചിന്തകളും ഒക്കെ ആശയങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ ആശയങ്ങളെല്ലാം ഞാൻ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്ത് ഒരു പരിധിവരെ അതിന് പരിഹാരവും കണ്ടിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് പോവുക എന്നുള്ളത് വേണ്ട എന്ന് ഉറച്ചൊരു തീരുമാനമായിരുന്നു. മേ ബി ഫ്യൂച്ചറിൽ വന്നേക്കാം. തീർച്ചയായിട്ടും നമ്മളത് കാണാനായിട്ട് കാത്തിരിക്കുന്നു. രഞ്ജിമ, നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ബേസ് ഭയങ്കര അലമ്പും കാര്യങ്ങളും ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റും വിവാദം എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ നെവിൻ, അതായത് ഇപ്രാവശ്യത്തെ സീസണിൽ തന്നെ ഒരു ജീവൻ ഓജസ്സും ഒക്കെ കൊടുക്കുന്ന അവനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടസ്റ്റന്റ് എല്ലാം പുറത്തു നോക്കുമ്പോഴും അവനില്ലെങ്കിൽ സത്യം പറഞ്ഞ അവൻ ഒരിക്കൽ ലാലേട്ടനോട് പറഞ്ഞ പോലെ അത് ശൂന്യമായി പോയനെ. നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് അവൻ ഉറപ്പായിട്ടും അവിടെ. അവനെ കുറിച്ച് ഷാനവാസ് എന്ന് പറഞ്ഞ ഗെയിമർ, അദ്ദേഹം പക്ക ഗെയിമറാണ് അവിടെ. എനിക്കത് പലവട്ടം കളിക്കാൻ വന്നത് തന്നെയാണ്, ഗെയിമറാണ്. പക്ഷെ അദ്ദേഹം ആ കുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ആ നെവിൻ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ കണ്ടസ്റ്റന്റിനെ കുറിച്ചും ആ വ്യക്തിയെ കുറിച്ചും ഒരു വളരെ മ്ലേച്ഛകരമായിട്ട് പരാമർശം നടത്തുകയുണ്ടായി. പുള്ളി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, കാരണം ഞങ്ങൾ വന്ന കാലം തൊട്ട് അവൻ അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്നത്. മാറി മാറി പലയിടത്തും പോയി പുള്ളി കിടക്കും. ആര്യന്റെ കൂടെ കിടക്കും, എൻ്റെ കൂടെ വന്ന് കിടക്കും, പിന്നീട് എല്ലായിടത്തും പോയി കിടക്കും, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കിടക്കും. പക്ഷെ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന കട്ടില് ഷാനവാസിന്റെ കട്ടിലാണ്. ഷാനവാസിനെ അനാവശ്യമായി തൊട്ടു എന്ന രീതിയിൽ ഒരു സംസാരങ്ങൾ വന്നു. അവൻ അതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചു, അവൻ ഡൗൺ ആയി. അത്രയും അവന്റെ ഗെയിം തന്നെ മാറിപ്പോയി. അവനൊരു പൊട്ടിക്കരഞ്ഞു, ഇതിന് ദൈവം കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞവൻ കരഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും സംസാരിച്ചില്ല. അതൊരു എന്താണ് രഞ്ജിമയ്ക്ക് അതിനെ കുറിച്ച് പറയാം? മേ ബി അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് വിട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഇതുപോലുള്ള കോൺട്രവേഴ്സികൾ വരുമ്പോഴാണ് കൂടുതലും കാണുന്നത്. അപ്പം ഷാനവാസ് എന്തുകൊണ്ടാണ് മേ ബി ഷാനവാസിന്റെ ഭാഗം ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളിന്റെ ഭാഗം കുലപുരുഷൻ ചമഞ്ഞതായിട്ടാണ് തോന്നുന്നത്. ഞാൻ പക്ക സ്ട്രെയിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവനിപ്പോ എല്ലാവരിലും ഒക്കെ അതൊക്കെ ഉണ്ട്. അതെ, നമ്മൾ വായിക്കുമ്പോൾ ഞാൻ വായിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഒരു 70% ആൾക്കാരും ബൈ ആണ്. ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചേക്കാം. ചിലപ്പോ രണ്ടു കൂട്ടിനും പുറത്ത് പറയണമെന്നില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കള്, നല്ല കല്യാണം കഴിച്ച് വർഷങ്ങളായിട്ട് സൗഹൃദത്തിലിരിക്കുന്ന രണ്ടാണുങ്ങള്, അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് മക്കളുണ്ടായിരുന്നു. അവര് തമ്മിൽ സെക്സ് ചെയ്യുന്ന പരിപാടികളുണ്ട്. എത്രയോ കഥകളല്ല പേഴ്സണലി അറിയാവുന്ന, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, സത്യമായിട്ട് എനിക്ക് അറിയാവുന്ന രണ്ട് സുഹൃത്തുക്കള് അവർ കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ട്. ആ മക്കളുണ്ടായിട്ട് പോലും ഈ ആണും തമ്മിലുള്ള സൗഹൃദം നല്ല രീതിയിൽ പോകുന്നു. അവർ തമ്മിൽ ഫിസിക്കലി ഏർപ്പെടാറുണ്ട് എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ പല സംഭവങ്ങളും. സെയിം ടൈമിൽ അവര് അവരുടെ ഭാര്യമാരുമായിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. അത് ഇതിന് രണ്ട് പോർഷൻ ഉണ്ട് ശാരിക. ചിലര് വിചാരിക്കും ഈ സ്ത്രൈണതയോടുകൂടി സംസാരിക്കുന്നവരും സ്ത്രൈണതയോടുകൂടി നടക്കുന്നവരും എല്ലാം ഗേകളാണ്, ട്രാൻസ്ജെൻഡർ ആണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അതൊരു നേച്ചർ മാത്രമാണ്. അതൊരു നേച്ചർ. ഇതാണ് അവിടെ വേണ്ട ഡെഫിനിഷൻ. നേച്ചറാണ്. ആ നേച്ചറിനെ ഇപ്പൊ എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ചാനലിൽ ഒരു സാറ് നടക്കുമ്പം ഭയങ്കര കുണുക്കവാ, ഈ ഭയങ്കര ഹാൻഡ്സമാ, അയാളെ കാണാൻ നല്ല ഭംഗിയാ. പക്ഷെ അയാൾ നടന്നു പോകുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങേരോടുള്ള എല്ലാ ഇംപ്രഷനും പോകും. ഇങ്ങനെ പോകുന്നത്. പക്ഷെ അന്നനട അദ്ദേഹത്തിന് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയുണ്ട്, നല്ലൊരു കുട്ടിയുണ്ട്, അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അയാൾ ഇതേവരെ സെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ
ബൈസെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ് വുമണുമായിട്ട് സെക്സ് ചെയ്യാനോ പോകുന്നതായിട്ട് എൻ്റെ അറിവിൽ അങ്ങനെയില്ല. പക്ഷെ അദ്ദേഹം നടക്കുന്നത് ഇങ്ങനെയാണ്. കേൾക്കുന്ന പേര് അങ്ങേര് മൊത്തത്തിൽ കേൾക്കുന്ന പേര് ഇതാണ്, ഇങ്ങനെ ഗേ ആണ്, അല്ലെങ്കിൽ ഇയാള് ഫ്യൂച്ചറിൽ ട്രാൻസ്. നമ്മുടെ സമൂഹം ഒരുപാട് മാറാനുണ്ട്, ഉറപ്പായിട്ടും വളരാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് വുമണും കൂടെ ആണല്ലോ എല്ലാത്തിലും ഉപരി. അത് ഡോറ എന്ന മഹാ ഒരു സംഭവങ്ങൾ, അതായത് എല്ലാവരുടെ ഒരു സ്വപ്നം അത്യാവശ്യം ഈ ബ്യൂട്ടി ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സെലിബ്രിറ്റി ബ്യൂട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഇതുപോലൊരു മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങി അത് അത്യാവശ്യം നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നു. പക്ഷേ ഇതിൽ വെല്ലുവിളികൾ, കോമ്പറ്റീഷൻസ് നേരിടുന്നുണ്ടോ? ഇഷ്ടം പോലെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം, ഇപ്പം തുടക്കത്തിൽ ഒരു കുമ്പള വരുമ്പോൾ തന്നെ ഒരു ചെടിയുടെ വിത്തിട്ട് ആ വിത്തൊന്ന് മുളച്ചു എന്ന് കാണുമ്പോൾ അതിനകത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റിനുള്ളത്, അല്ലേ? ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും സംടൈംസിൽ ഞാൻ അവിടെ പോയി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും ഡിസ്കൗണ്ട് ചോദിക്കാറില്ല, സീരിയസ്ലി ഞാൻ ഒരിക്കലും ഡിസ്കൗണ്ട് ചോദിക്കാറില്ല. പക്ഷെ എൻ്റെ സ്ഥാപനത്തിലേക്ക് എന്നെ വിളിക്കുന്ന, എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്തുള്ള സൗഹൃദങ്ങൾ എനിക്ക് മാക്സിമം കുറച്ച് തരണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും റെൻറ്റ് കൊടുക്കുന്നു, ഇത്രയും പ്രോഡക്റ്റുകൾ, അത് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. സലൂണ് സ്റ്റാഫുകളുടെ സാലറി, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇതിലൂടെയാണ് കൊണ്ടുപോകുന്നതിൽ. അപ്പം നമുക്ക് നല്ല എന്താ പറയുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് നമ്മളെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളെ ബിസിനസ്സിനെ വളർത്താൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, അവിടെ ഓസിന് കിട്ടിയ ആസിഡ് വാങ്ങിച്ച് കുടിക്കുക എന്നുള്ളൊരു പ്രവണത ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോയി ഞാനൊരു ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നീ ചെയ്തോ, ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ട് എനിക്കത് വേണ്ട എന്നതല്ല. പിന്നെ ചില മറ്റുള്ള ബിസിനസ് ചെയ്യുന്നവർ നമ്മൾ ചെയ്യുന്ന സർവീസിനേക്കാൾ കുറച്ച് സർവീസുകൾ ചെയ്ത് നമ്മുടെ സർവീസിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും. ഇതെല്ലാം ബ്യൂട്ടി മേഖലയല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം ഞാൻ ബുക്ക് ചെയ്യുന്ന ഒരു കല്യാണ മേക്കപ്പ് ഞാൻ പറയുന്ന റേറ്റിനേക്കാൾ കുറച്ച് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പിടിച്ച് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിക്കും എനിക്ക് വേണ്ടിയിട്ട് കൊത്തി വെച്ചിരിക്കുന്ന അരിമണി അതല്ല, എൻ്റെ അരിമണി വേറെ എവിടെയോ, ആ അരിമണി എനിക്ക് എൻ്റെ മുമ്പിൽ തന്നെ വരും. അങ്ങനെ വരുന്ന കല്യാണ മേക്കപ്പുകൾ ഇഷ്ടം പോലെ എനിക്ക് വരുന്നുണ്ട്. അത് ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട സത്യസന്ധതയും ആത്മാർത്ഥതയും എന്താ പറയുക, ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ഇതെല്ലാം ഞാൻ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതാണല്ലോ അത് 100% യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇവരിപ്പോൾ നാട്ടിലത്തെ സലൂണാണെങ്കിലും ദുബായിലത്തെ സലൂണാണെങ്കിലും ദ ബെസ്റ്റ് പ്രോഡക്റ്റ് എവിടെ കിട്ടുന്നോ ആ പ്രോഡക്റ്റ് നമ്മുടെ സലൂണിൽ എത്തിക്കുക. അത് നമ്മുടെ കസ്റ്റമർ ഇറങ്ങി പോകുമ്പോൾ ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ പെട്ടിയിൽ വീഴുന്ന പണത്തിനേക്കാൾ ഉപരി ആ പെട്ടിയുടെ സമീപത്ത് വന്ന് നിൽക്കുന്നവരുടെ മുഖത്ത് കാണുന്ന ഒരു പ്രസന്നതയുണ്ട്. ആ പ്രസന്നത നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നാളെയും അവർ വരും എന്നുള്ള ആ ഒരു ഉറപ്പാണ് എനിക്ക് വേണ്ടുന്നത്. ആ ഒരു ഉറപ്പാണ് എനിക്ക് ഡോറ കൊടുക്കുന്നത് ഉറപ്പായിട്ടും. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. പൊതുവെ ഈ കമ്മ്യൂണിറ്റി, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന ആൾക്കാരെ കുറിച്ച് ആൾക്കാർക്കൊരു കിംവദന്തി ആണോ എന്ന് എനിക്കറിയില്ല പറഞ്ഞു വരുത്തുന്നത്. അവരുടെ ശാപം മേടിക്കരുത്, അവർ ശപിച്ചാൽ തീർന്നു, അതുകൊണ്ട് അവരെ അങ്ങനെ നിങ്ങളൊന്നും പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ശപിക്കുന്നവരാണ്, അങ്ങനെ ശരിക്കും അതൊരു കള്ളമാണോ, അതങ്ങനെ ഉള്ളതാണ്? അതിനകത്തുള്ള ഒരു സത്യമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാപം ആണിനും പെണ്ണിനും ട്രാൻസിനും എല്ലാവർക്കും ബാധകമോ. നമ്മുടെ മനസ്സ് വേദനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിറ്റുവേഷനാണ്, മനസ്സിലായ? ഇപ്പം ശാരിക പോലും അറിയാത്ത ഒരു കാര്യത്തിന് ശാരികേനെ ഞാൻ കൊണ്ട് തള്ളിയിടുമ്പോൾ ശാരികയുടെ കണ്ണിലുള്ള ഒരു നിസ്സഹാവസ്ഥയുണ്ട്. ഓ, ദൈവം തമ്പുരാൻ പോലും അറിയുന്നില്ലല്ലോ എൻ്റെ ഈ ഒരു വേദന, ഞാൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഞാൻ ഇതിനകത്ത് നിരപരാധ ആണല്ലോ, എന്നിട്ടും ഇയാൾ എന്നെ ഇതിനകത്ത് കൊണ്ട് ചാടിച്ചല്ലോ എന്നുള്ള ഒരു നിസ്സഹാവസ്ഥയിൽ ദൈവത്തെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, എൻ്റെ ദൈവമേ എന്നുള്ളത്. ആ ദൈവവിളി ആയിരിക്കാം ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫലിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ദാറ്റ് ഈസ് കർമ്മ. അതാണ്. അപ്പം ചിലപ്പോൾ പണ്ടൊക്കെ
പിന്നെ എന്ന് പറയും. ഇപ്പൊ അപ്പപ്പോ എന്നുള്ളതാണ് ഒരു ഇത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്ത്, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കർക്കിടക മാസത്തിൽ പെയ്യുന്ന മഴ, തുലാമാസത്തിൽ പെയ്യുന്ന മഴ, ഇതെല്ലാം നമുക്ക് പരിചിതമാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഏത് സമയം മഴ വരാം, ഏത് സമയം വെയിൽ വരാം, ഏത് സമയം സുനാമി വരാം. അത്രത്തോളം പ്രകൃതി ഇടകലർന്നു പോയി ഇല്ലേ എന്നതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥയും. എൻ്റെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് എൻ്റെ നിസ്സഹാവസ്ഥയിൽ ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ഓറയുടെ ശക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് പ്രതിഫലിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട് ശാരിക, സത്യമായിട്ടും. എൻ്റെ മനസ്സ് നീറി ഞാൻ വിളിച്ച ദൈവങ്ങൾ എനിക്ക് പരിഹാരം കാണിച്ചു തന്നിട്ടുണ്ട്. സ്പോട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. ഈ തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾക്ക് ഒരുപാട് നന്ദി. ഒരിക്കലും രഞ്ജുമ്മ ഇതിന് സമയം കണ്ടെത്തി, ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് നമ്പർ പോലും കയ്യിലില്ല. അപ്പോൾ ഞാനിത് ചോദിക്കുമ്പോൾ നീ വാ നമുക്ക് ചെയ്യാമെന്ന് വളരെ കൂളായിട്ട്, അതായത് ഒരുപാട് വർഷങ്ങൾ പരിചിതയായ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ നീ വാ അങ്കമാലിക്ക് വാ അല്ലെങ്കിൽ ഡോറയിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ തലേന്ന് വിളിക്കാമെന്ന് രഞ്ജുമ്മയോട് പറയുന്നത്, രഞ്ജുമ്മ അത് കൺഫേം ചെയ്യാനായിട്ട്. പക്ഷെ തലേന്ന് വിളിച്ച് അന്ന് എന്നാണോ എന്നോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞത് അതുപോലെ തന്നെ അപ്പോഴും എന്നോട് പറയുന്നത്, കുഞ്ഞെ എനിക്ക് മിഡ് നൈറ്റിന് ഫ്ലൈറ്റ് ഉണ്ട് ദുബായിക്ക്, നീ അതിനുള്ളിൽ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം, ഒരു 2 മണിക്കൂർ മതി. ഞാൻ ശരിക്കും ഞെട്ടി, കാരണം ഒരു അരമണിക്കൂർ തന്നെ കിട്ടുമോ എന്നുള്ള ടെൻഷനിലാണ് നമ്മൾ ഓരോ ഗസ്റ്റിനിക്കലും ചോദിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കാരണം ശാരികേനെ സൊസൈറ്റി കാണുന്നത് അനാവശ്യമായ ചോദ്യങ്ങൾ ചെയ്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട്. പക്ഷെ അതൊരു തൊഴിലിന്റെ ഭാഗമായിട്ടാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല അല്ലെ. ആ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയണം. ശാരിക എന്ന് പറയുന്നത് വെറും ഒരു ആങ്കർ അല്ല എന്നും പച്ചയായ സ്ത്രീയാണെന്നും ഒരുപാട് വേദനകളും യാതനകളും അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു സ്ത്രീയാണെന്നും ഇതുപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വയം പര്യാപ്തരാകാൻ പറ്റാത്ത എത്ര സ്ത്രീകൾ നമുക്ക് ചുറ്റിനുമുണ്ട് അല്ലേ. അപ്പൊ അതിനിടയിൽ ഇത്രയും സ്ട്രഗിളിങ്, ശാരികയുടെ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ ഇത്രയും അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും അവരുടെ വേദനകൾ അവർക്ക് വലുതാണ് അല്ലേ. എന്റെ വേദന എനിക്ക് വലുതാണെങ്കിൽ ശാരികയുടെ വേദന ശാരികയ്ക്ക് വലുതാണ് അല്ലേ. അപ്പം ശാരിക ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ സമയം കുറച്ച് ഞാൻ ശാരികയ്ക്ക് തരിക. എനിക്ക് എന്താ പറയാ, ഞാൻ ഈ സമയം സ്വരുക്കൂട്ടി എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. അത് ഞാൻ കള്ളത്തരമാണ് പറയുന്നത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി തരുവല്ല ഞാൻ. എനിക്ക് ഇത്ര സമയം ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സമയ സന്തോഷമാണ് നമ്മളെ സമയം കേൾക്കാൻ ഇരിക്കുക അല്ലെങ്കിൽ പറയാനിരിക്കുക എന്നുള്ളത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിലും. എനിക്കൊരു നല്ല സുഹൃത്തായിട്ട്, ഒരു നല്ല സന്തോഷമായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനിടയ്ക്ക് സംസാരിച്ചു. അപ്പോൾ രഞ്ജുമ്മ ഇനി തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങൾക്കും നമ്മൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇനി കാണണം. താങ്ക് യു സോ മച്ച്.